പ്രിയപ്പെട്ട പ്രേക്ഷകരെ, FCRA ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് വലിയ ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ആ ആശങ്കകളുണ്ട്. അനാവശ്യമായി കൊണ്ടുവരുന്ന ഭേദഗതികൾ ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈ വിഷയത്തിൽ വിവിധ സഭാ നേതാക്കളുമായിട്ടും സഭാപിതാക്കന്മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. പലരും പല രീതിയിൽ ആ വിഷയത്തിൽ അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ദീപികയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ മുഖപ്രസംഗം എഴുതുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊപ്പം സീറോ മലബാർ സഭയുടെ പ്രതിനിധികൾ ഫാദർ ടോം ഓലിക്കരോട്ട്, സഭയുടെ PRO ആണ്, ഒപ്പം ജോണി പള്ളിവാതിക്കൽ, സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, FCRA വിദഗ്ധനാണ്. ഇവർ രണ്ടുപേരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ FCRAയുമായി നിലവിലിരിക്കുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ കൂടി ഇവരുടെ സാന്നിധ്യം ഉപകാരപ്പെടും. കാരണം വലിയ രീതിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വിഭാഗത്തിനിടയിൽ വലിയ ആശങ്ക FCRAയുമായി ബന്ധപ്പെട്ട് പടർന്നു പിടിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അതിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാൻ നമുക്ക് ഇവരുമായി നേരിട്ടൊന്ന് സംസാരിക്കാം. വെൽക്കം, വെരി ഗുഡ് മോർണിംഗ് ഫാദർ ടോം ഓലിക്കരോട്ട്. വെരി ഗുഡ് മോർണിംഗ് ജോണി പള്ളിവാതിക്കൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ് ഫാദർ. സുഖമായിരിക്കുന്നോ? വെരി ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു കേട്ടോ. ഓക്കെ ഫാദർ, നമുക്ക് ആദ്യം ഈ FCRAയുടെ കാര്യത്തിലേ, ഈ FCRA അമെൻമെന്റ് ബില്ല് 2026 യഥാർത്ഥത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. നമ്മളടക്കമായ FCRA ഭേദഗതി ബില്ല് വായിക്കുന്ന സമയത്ത് അതൊരു ഡെമോക്രസിന്റെ വാളായി മാറും എന്നതായിരുന്നു ഞങ്ങളുടെയൊക്കെ വായനയിൽ ആദ്യം തോന്നിയത്. ഫാദറിന് തോന്നിയത് എന്താണ്? ഈ ഒരു പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? ചിലർ പറയുന്നു അങ്ങനല്ല, നിങ്ങൾ മോഷ്ടിച്ചവർ മാത്രം അല്ലെങ്കിൽ കണക്ക് കൊടുക്കാത്തവർ മാത്രം അതിനകത്ത് ആശങ്കപ്പെട്ടാൽ മതി എന്ന ഒരു പ്രതിരോധമാണ് ബില്ലുമായി ബന്ധപ്പെട്ടവർ തീർത്തത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഫാദർ? ഡോക്ടർ അരുൺ, ഇതൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മളെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സത്യം യാത്രയ്ക്ക് ചെരുപ്പിടുന്നതിന് മുൻപേ നുണ ഒരു വട്ടം ലോകസഞ്ചാരം പൂർത്തിയാക്കുമെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ FCRA ബില്ലിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളെ ഈ കണക്കുമായി കൂട്ടിക്കെട്ടി ആ പ്രതിഷേധങ്ങളുടെ ഒക്കെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ശ്രമങ്ങളാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ FCRA 2026 അമെൻഡ്മെന്റ് ബില്ലിൽ കണക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2010 FCRA നിയമം അനുസരിച്ച് എല്ലാ വർഷവും ഡിസംബർ മാസം 31 മുൻപ് വാർഷിക റിട്ടേൺ FC4 എന്ന് പറയുന്ന ഫോമിൽ എല്ലാ സന്നദ്ധ സംഘടനകളും വിദേശ സഹായം സ്വീകരിക്കുന്നവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ അംഗീകരിച്ചിട്ടുള്ള കണക്കുകളും ഭാരവാഹികളുടെ ലിസ്റ്റും ഇതെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഡിസംബർ 31 മുമ്പ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. അവിടെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഈ ലൈസൻസ് റദ്ദാക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മൂന്നാമതൊരു കാര്യം, വിദേശ സഹായങ്ങൾ പ്രധാനമായിട്ടും കത്തോലിക്ക സഭയ്ക്ക് വരുന്നത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികർ, അതുപോലെ തന്നെ ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള വിശ്വാസികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അവർ അയച്ചു തരുന്ന സഹായങ്ങളാണ്. ഇങ്ങനെയുള്ള പൈസകളൊക്കെയും സ്വീകരിക്കുന്നത് 2010 നിയമം അനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് മാത്രമാണ്. ഇത് ചെലവഴിക്കപ്പെടുന്നതും അക്കൗണ്ട് ത്രൂ മാത്രം ചെലവഴിക്കപ്പെടണം. അപ്പോൾ അത്ര കർശനമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് ചില നുണ ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഈ കണക്ക് ചോദിച്ചതാണ് പ്രതിഷേധത്തിന്റെ കാരണമെന്നുള്ള കുപ്രചരണത്തിന്റെ പിറകിൽ കൃത്യമായൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട് എന്നുള്ളതും നമ്മുടെ ഏത് കാലത്തെയും ധാർമ്മികമായ പ്രതിഷേധങ്ങളെ, ഇതിന്റെ പിറകിലുള്ള ഭരണഘടനാ ലംഘനം എന്ന് പറയുന്ന ഗൗരവമായ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനോടുള്ള നമ്മുടെ വിയോജിപ്പുകളെ നിർവീര്യമാക്കാം, അല്ലെങ്കിൽ സഭകളെ ഇങ്ങനെ ഒരു കുപ്രചരണം, ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് നിശബ്ദരാക്കാമെന്നുള്ള ഒരു കൃത്യമായ അജണ്ട ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫാദർ ടോം, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ 2010 യഥാർത്ഥത്തിലുള്ള FCRA ആക്ടിൽ തന്നെ, അഥവാ ആ നിയമത്തിൽ തന്നെ ഇതിനു വേണ്ടുന്ന കർശനമായിട്ടുള്ള ഉപാധികൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഞങ്ങളൊക്കെ സംശയിച്ചത് എന്തിനാണ് ഈ ഡൽഹിയിലെ SBയിൽ മാത്രം അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. പോട്ടെ, അന്ന് നമ്മൾ അതിന് കീഴടങ്ങി. അന്ന് ഡൽഹിയിലുള്ള ബ്രാഞ്ചിൽ എടുത്താൽ മാത്രമേ SBയുടെ ബ്രാഞ്ചിൽ തന്നെയാണ് പണമിടപാട് നടത്തേണ്ടത് എന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ അപ്പോൾ തന്നെയുണ്ട്. ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ നിലവിലിരിക്കെ ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിനെ സംശയത്തോടു കൂടി സ്വാഭാവികമായി നമ്മൾ കാണും, അല്ലേ?
തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 37-ലധികം വർഷങ്ങളായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്ത് FCRA വിദഗ്ധൻ എന്ന രീതിയിൽ സേവനം ചെയ്യുന്ന ജോണി സാറിന് ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായി ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും. അപ്പോൾ ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ് ഈ ഒരു ജോണിയിലേക്ക് പോയിട്ട് വരാം. ജോണി, വെരി ഗുഡ് മോർണിംഗ് ജോണി. ഈ FCRA ഭേദഗതി ബില്ല് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതിൽ സഭയുടെ താല്പര്യമുണ്ടെന്ന് BJPയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു. നിങ്ങൾ ഇതിൽ കണക്ക് കൊടുക്കാത്തവർ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നു. യഥാർത്ഥത്തിൽ FCRA തന്നെ വളരെ സ്ട്രിഞ്ചൻ്റ് ആണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ കർക്കശ സ്വഭാവത്തോടു കൂടിയുള്ള ഒന്നാണ്. അതിൽ ഈ ഭേദഗതി കൊണ്ടുവരുന്നതിനെ സംശയത്തോടു കൂടി നോക്കേണ്ടി വരും എന്നുള്ളതാണോ അങ്ങും മനസ്സിലാക്കുന്നത്? ശ്രീ ജോണി. മിസ്റ്റർ അരുൺ, 1976 FCRA ആക്ട് എമർജൻസി പീരീഡിൽ നിലവിൽ വന്നു. അതിനുശേഷം 2010 1976 ആക്ട് റിപ്പീൽ ചെയ്തിട്ട് പുതിയ ഒരു ആക്ട് കൊണ്ടുവന്ന് 1 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് അതിനകത്തുണ്ട്. അതിൽ സെക്ഷൻ ചാപ്റ്റർ 2 രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നു. ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്യാം. അത് നിബന്ധനകളനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സെക്ഷൻ 14 ആ രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ റിന്യൂ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൽ പ്രത്യേകമായ അന്വേഷണങ്ങൾ നടത്തുകയും അതിൽ യോഗ്യരല്ലാത്തവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയോ റിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്യും. അങ്ങനെ സെക്ഷൻ 14 അനുസരിച്ച് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാത്തവർക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടീസൊന്നുമില്ലാതെ അതിൻ്റെ പോർട്ടലിൽ മാത്രം നമുക്ക് റിന്യൂ ചെയ്യാത്ത അവസ്ഥ കാണാൻ സാധിക്കും. അതിനൊരു അപ്പീൽ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിവിഷൻ ഫയൽ ചെയ്താലും അതിനൊരു പ്രത്യേകിച്ച് എഫക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ സെക്ഷൻ 15 അനുസരിച്ച് അസറ്റ് പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ വന്നു ചേരുന്നു. ആ അതോറിറ്റിക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത കേസുകൾ, സറണ്ടർ ചെയ്ത കേസുകൾ, അത് മാത്രം ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാം. ആ പ്രോപ്പർട്ടിയുടെ വരുമാനം കൊണ്ട് ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാം. വേണ്ടി വന്നാൽ ആ പ്രോപ്പർട്ടി വിറ്റ് ആ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അതൊരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയാണ്. അത് പ്രത്യേകിച്ചും അത് നോട്ടിഫൈ ചെയ്യുകയോ അതോറിറ്റിയുടെ ചുമതലകളോ വ്യക്തതയോ ഇല്ലാത്തൊരു പ്രൊവിഷനാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. 100% നമുക്കറിയാം.